ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ 12 കുട്ടികൾ ഉൾപ്പെടെ 32 പേർക്കാണ് ജീവഹാനി ഉണ്ടായത്. ഗുജറാത്തിലെ രാജ്കോട്ടിലുണ്ടായ ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് TRP എന്ന ഗെയിമിംഗ് സെൻറ്റർ ഇത്ര നാളും പ്രവർത്തിച്ചിരുന്നത്. ജനറേറ്ററിൽ നിറയ്ക്കാനായി വൻതോതിൽ പെട്രോളും ഡീസലും അവിടെ സംഭരിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടി. രാജ്കോട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ദുരന്തമുഖത്ത് നിന്ന് 24ന്റെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ നമ്മോട് സംസാരിക്കും അതിനെക്കുറിച്ച്. സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഗെയിം സോണാണ് രാജ്കോട്ടിലെ TRP. നൂറുകണക്കിന് പേർ കുട്ടികളുമായി വിനോദത്തിനായി എത്തുന്ന ഇടം. 2021 മുതൽ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു, യാതൊരു അനുമതി രേഖകളും ഇല്ലാതെ. ഫയർ ആൻഡ് സേഫ്റ്റി NOCക്കായി അപേക്ഷിച്ചിട്ട് പോലുമില്ല. യാതൊരു അനുമതിയും നൽകിയില്ലെന്ന് കോർപ്പറേഷന് പറയുന്നു. എന്നാൽ ഇത്രയും കാലം ഇങ്ങനെ ഒരു സ്ഥാപനം എങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് മാത്രം പക്ഷേ മറുപടിയില്ല. സ്ഥാപനത്തിലെ ജനറേറ്ററിൽ ഒഴിക്കാനായി ഏതാണ്ട് 2000 ലിറ്ററിലേറെ ഡീസൽ സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോകാട്ടിംഗ് കാറുകളിൽ ഒഴിക്കാനായി 1500 ലിറ്ററിലേറെ പെട്രോളും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ സംഭരിച്ചു വെച്ച ഇന്ധനമാണ് സ്ഥാപനത്തെ ആകെ ആളിക്കത്തിച്ചത്. തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവധി ദിനത്തിലെ ആഘോഷത്തിനായി നിരവധി പേർ ദുരന്ത സമയം ഗെയിം സോണിൽ ഉണ്ടായിരുന്നു. വാരാന്ത്യങ്ങളിലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കും ആളുകളെ വലിയ തോതിൽ ആകർഷിച്ചു. അകത്തേക്കും പുറത്തേക്കും നേരിയ ഒരു വഴി മാത്രമായതിനാൽ 4 വശത്തു നിന്നും തീ പടർന്നതോടെ ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ തീയിൽ പെട്ടുപോവുകയായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ നാടു നടുങ്ങി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അതിവേഗം സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി രാവിലെ സ്ഥലത്ത് നേരിട്ടെത്തി. അനധികൃതമായി ഒരു സ്ഥാപനം തുടങ്ങുകയും അത് നിരവധി പേരുടെ ജീവൻ എടുക്കുകയും ചെയ്തു എന്നതാണ് സ്ഥാപന ഉടമകൾക്കെതിരായ കുറ്റം. എന്നാൽ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയേണ്ടത്. വരുൺ വി നായർക്കൊപ്പം രാജ്കോട്ടിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. എന്തായാലും വലിയ സങ്കടകരമായ കാര്യമായി ഇപ്പോൾ രാജ്കോട്ടിൽ സംഭവിച്ചത്. ജോ മത്തായി ഒരു സന്ദേശം അയച്ചിരിക്കുന്നു യൂട്യൂബിൽ. ഈ പരിപാടിയുടെ പേര് പൊതുജനം കഴുതയല്ല സാർ എന്നത് പൊതുജനം കഴുതയാണ് സാർ എന്നാക്കണം. എന്താ ജോ മാത്യു ഇത്ര നിർബന്ധം? കാരണം കൂടി എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.